ഹായ്, വെൽക്കം ടു തമ്പിസ് കൺസൾട്ടൻസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ പ്യുവർലി ഓസ് ബിൽഡിംഗ് നോക്കുന്ന അല്ലെങ്കിൽ ഓസ് ബിൽഡിംഗ് നോക്കി പ്രീ സ്ക്രീനിങ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പ്രീ സ്ക്രീനിങ്ങും ഇന്റർവ്യൂ ഒക്കെ കിട്ടി കോൺട്രാക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ആശംസകൾ. ആദ്യം തന്നെ ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ അഡ്വാൻസ്. കോൺട്രാക്ട് ഒക്കെ കിട്ടി, വിസയൊക്കെ കിട്ടി, അവിടെ എത്തി നല്ലൊരു ഭാവി കിട്ടട്ടെ. ഇനി ഇതിൽ കിട്ടാത്ത കുറെ പേരുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ സ്ക്രീനിങ്ങിന് വയ്ക്കാൻ എല്ലാവർക്കും കിട്ടില്ല. കുറച്ച് പേർക്കൊക്കെ കിട്ടി, കുറച്ച് പേർക്കൊന്നും കിട്ടില്ല. ഞാനൊരു ട്രെയിനറാണ്. അപ്പോൾ കിട്ടാതെ ആകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ശ്രമിച്ചു നോക്കും. പക്ഷെ കിട്ടാതെ ആകുമ്പോൾ ഒബിയസ്ലി ഈ ട്രെയിനർക്കും ഒരു വിഷമം വരും. അപ്പൊ അങ്ങനെ ഒരു വിഷമം വന്ന കാരണമാണ് ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യണത്. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് എൻ്റെ കുറച്ച് കാൻഡിഡേറ്റ്സിനെ പ്രീ സ്ക്രീനിങ് സെക്കൻഡ് റൗണ്ടിൽ ഫെയിൽ ആയിപ്പോയി. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി വീഡിയോ എന്ന് വെച്ചാൽ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ആ ഇന്റർവ്യൂ ഫെയിൽ ആയത്, അല്ലെങ്കിൽ പ്രീ സ്ക്രീനിങ്ങിൽ നമ്മൾ എന്താണ് സെലക്ട് ആവാൻ, അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാക്കി മാത്രം ഇതിനെടുക്കുക. പകരം ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കാതെ വീണ്ടും ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയി നമുക്ക് സെൽഫ് ഗെയിൻ ചെയ്യാനുള്ള ഒരു എനർജി ഇതിനകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമുള്ള CVs അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരിക്കലും ഇന്റർവ്യൂ സ്ക്രീനിങ്ങിന് ഇടുന്നത്. നമ്മളെപ്പോഴും സ്ക്രീനിങ്ങിന് ഇടുന്നത് ഗ്ലോബൽ വൈസിലുള്ള സീരീസ് ആയിരിക്കും. നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു, സൗത്ത് ആഫ്രിക്ക, മൊറോക്കോ, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള കാൻഡിഡേറ്റ്സിന്റെ CVs നമ്മൾ സ്ക്രീനിങ്ങിന് ഇടും. അൺഫോർച്ചുനേറ്റ്ലി പറയുമ്പോൾ ആർക്കും വിഷമം തോന്നരുത്, നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ CVസിനകത്ത് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വോളണ്ടിയർഷിപ്പോ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അങ്ങനെ ഒന്നുമില്ല. അത് നമ്മുടെ വിദേശ രാജ്യങ്ങൾ, ഇപ്പൊ മെയിൻലി സൗത്ത് ആഫ്രിക്കൻ CVs വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാവും. അപ്പോൾ കുലിനറി ആർട്സ് നോക്കുന്ന ഒരാളാണെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, നഴ്സിംഗ് നോക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഫോട്ടോ സഹിതമുള്ള CV ആണ് നമ്മൾ ഇതിന്റെ കൂടെ അയക്കണം. അപ്പൊ ഒബ്വിയസ്ലി നമ്മുടെ റെലവെന്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത CVകൾക്ക് എന്തുണ്ടാവും, എംപ്ലോയർ സൈഡിൽ നിന്നുള്ള കൺസിഡറേഷൻ കുറയും. അപ്പൊ ഇതൊരു മിസ്റ്റേക്ക് ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങൾക്ക് തിരുത്താൻ അല്ലെങ്കിൽ നമ്മുടെ കുറവിനെ നികത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. ഇതിന് രണ്ട് വശമുണ്ട്, ഇതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കുക. സോ വൊക്കേഷണൽ ട്രെയിനിങ് എന്താണ്, ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ഇപ്പൊ ജർമ്മനിക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ആദ്യം അത് കറക്റ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനകത്ത് നമുക്കൊരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് വരുമ്പോൾ എന്താണ് എംപ്ലോയർ ആഗ്രഹിക്കുന്നത്, വന്നു കഴിഞ്ഞാൽ ആ ആള് നമുക്കൊരു സപ്പോർട്ട് ആവണം. കാരണം എങ്കിലല്ലേ അവർക്ക് സേഫ് നിന്നാൽ മുതലാവത്തുള്ളൂ. അപ്പൊ നമ്മൾ അവർക്ക് സപ്പോർട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും, നമ്മൾ ഏത് ഫീൽഡിലേക്കാണോ പോകുന്നത് ആ ഫീൽഡ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ നോളജ് നമുക്ക് വേണം. ഇത് തന്നെയാണ് നമ്മുടെ അടുത്ത് ഇന്റർവ്യൂവിന് അവർ ചോദിക്കുന്നത്. ഇനി ഈ രണ്ടും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഒരു വോളണ്ടിയർഷിപ്പ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഒരു വോളണ്ടിയർഷിപ്പ് എക്സ്പീരിയൻസ് അതിപ്പോ നമ്മൾ ഫീൽഡ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ശ്രമിച്ചാൽ നടക്കാവുന്നതാണ്. നമ്മുടെ കാൻഡിഡേറ്റ്സിന് നമ്മൾ അതിനുവേണ്ട അസിസ്റ്റൻസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതില്ലാത്തവർക്കാണെങ്കിൽ നേരിട്ട് തന്നെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വഴി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. എല്ലാവരും കൂടുതൽ പേരും നഴ്സിംഗ് ആണ് നോക്കുന്നത്. അപ്പൊ നഴ്സിംഗിന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ജോലിയായിരിക്കും അവിടെ കിട്ടുന്നത്, ഞാൻ ക്വിക്കായിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത്, വേറെ ഒന്നുമല്ല. നഴ്സിംഗ് ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നേഴ്സായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഒരു അസിസ്റ്റന്റ് പോസ്റ്റിലേക്കായിരിക്കും വർക്ക് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്, അവിടെ കെയർ ഹോംസിലേക്കാണ് വേക്കൻസി കൂടുതൽ, എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കത് അറിയാം. അപ്പൊ ഒരു കെയർ ഹോമിലുള്ള ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന്റെ ജോബ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ജോബ് പ്രൊഫൈൽ എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. അവിടെ വരുന്ന പേഷ്യൻസ് എന്താണ്, അവരുടെ നീഡ്സ് എന്താണ്, കെയർ എന്താണെന്ന് അറിയണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കും വേണം. ഇത് പറ്റുവാണെങ്കിൽ ഒരു വോളണ്ടിയർഷിപ്പ് എടുക്കും വേണം. ഇതുകൊണ്ട് എന്താ ഗുണം, എംപ്ലോയർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് കൺഫ്യൂഷൻ വരില്ല. നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം, തിയററ്റിക്കലായിട്ടും പഠിക്കാം, പ്രാക്ടിക്കലായിട്ടും പഠിക്കാം. എപ്പോഴും പ്രാക്ടിക്കൽ സ്റ്റഡീസിനാണ് നമുക്ക് നോളജ് കൂടുതൽ ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം അറിയാം, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ വീണ്ടും ചലഞ്ച് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയാതെ തന്നെ AI സൈറ്റ്സ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച എല്ലാവർക്കും ഒരുവിധ AI സൈറ്റ്സ് ഒക്കെ അറിയാം. നിങ്ങൾ തന്നെ സെൽഫ് മെറ്റീരിയൽസും പ്രിപ്പറേഷൻസും ഒക്കെ ചെയ്യുന്നവരാണ്. എങ്കിലും നമ്മൾ സെൽഫ് ലേണിംഗ് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. നമ്മുടെ കാൻഡിഡേറ്റ്സിനെല്ലാം നമ്മളിവിടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങിന് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്, സെൽഫായിട്ട് ഇൻപുട്ട് ഉണ്ട്, സെൽഫായിട്ട് ഇൻപുട്ട് ഇടുന്ന വേണം. നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഹൗസ് ബിൽഡിങ്ങിന്റെ സ്ക്രീനിങ്ങും എംപ്ലോയർ ഇന്റർവ്യൂവും ക്രാക്ക് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഫ്രീ ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓറിയന്റേഷൻ ആരും ഒരു ചാർജ് നമ്മളോട് മേടിക്കുന്നില്ല.
എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ആൻസർ വരേണ്ടത്. നമ്മളിപ്പോൾ സാധാരണ ഒരു ആൻസർ ഷോർട്ട് ആയിട്ട് പറയുന്നതിനേക്കാളും കുറച്ച് നല്ലൊരു ആൻസർ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇംപ്രഷൻ കൂടുതലാണ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ റെലവെന്റ് എക്സ്പീരിയൻസോ നോളജോ ഇല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്യാനുള്ള ചാൻസസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ചാൻസ് നഷ്ടപ്പെട്ടു പോയ കുറെ പേരുണ്ട്. ആരും ഇതിനൊരു വിഷമിക്കുന്ന ഒരു സാഹചര്യമായി എല്ലാം തീർന്നു എന്ന് ചിന്തിക്കരുത്. നമ്മൾ എന്നാണോ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നത് അന്നേ എല്ലാം തീരുന്നുള്ളൂ. അതുവരെയും നമ്മുടെ ഫ്രണ്ടിൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വളരെ ചെറിയ ഏജ് ആണ്. എൻ്റെ കുഞ്ഞനിയത്തിമാരും അനിയന്മാരും ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് ആയിരിക്കും. അപ്പോൾ ഇനി ഫ്രണ്ടിലേക്കുള്ള കുറച്ച് മാസങ്ങൾ, അടുത്ത മാർച്ച് ഇന്ത്യയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു പീരീഡ് ഓഫ് ഡ്യൂറേഷൻ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ആദ്യം തയ്യാറാക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം. പിന്നെ അടുത്തായിട്ട് എന്താ വേണ്ടേ? സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യണം. ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ P2 2 മൊഡ്യൂള് അല്ലെങ്കിൽ 3 മൊഡ്യൂള് മാത്രം എടുത്തവരുണ്ടാവും. ബാക്കിയുള്ള മൊഡ്യൂളും കൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആരും വിഷമിക്കേണ്ട. ഓപ്പർച്യൂണിറ്റീസ് എന്നും നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പുറത്തു പോയി സെറ്റിൽ ആവണം എന്ന് ആഗ്രഹം. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ തന്നെ അതിനെ എന്ന് പ്രിപ്പയർ ചെയ്യുന്നു അപ്പോഴേ നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് ആപ്റ്റ് ആവുന്നത്. അപ്പൊ ഇന്റർവ്യൂ കിട്ടാത്ത ആരും വിഷമിക്കേണ്ട. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഫ്രീ സപ്പോർട്ട്സ് നമ്മൾ ഒത്തിരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓറിയന്റേഷൻ ക്ലാസ്സുകൾ പോലെ. അപ്പോൾ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എങ്ങനെ ഫേസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഒരുവിധം സപ്പോർട്ടിങ് മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ താഴെ എന്റെ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ ട്രെയിനറാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറ്റൻഡ് ചെയ്യാം. ട്രെയിനിങ് ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ യുവർ ചോയ്സ്. താല്പര്യമുള്ളവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാം. പല ചലഞ്ചസ് ഉണ്ടാവാം. ചിലർക്ക് സമയം ഉണ്ടാവില്ല, ചിലർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം. നോ വറീസ്. ഒരു ഫ്രീ ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക. സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിക്കുക. മാക്സിമം പ്രിപ്പയർഡ് ആയതിനു ശേഷം അടുത്ത പ്രീ സ്ക്രീനിങ്ങിനും ഇന്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ അഡ്വാൻസ്. ആരും ഡിസപ്പോയിന്റഡ് ആവേണ്ട. ഇത് നിങ്ങളുടെ ഒരു സെൽഫ് ഇവാലുവേഷനും സെൽഫ് അപ്ഗ്രഡേഷനും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കാണാം. താങ്ക് യു.